2-2 എന്ന ക്രമത്തിൽ RDX ടീമിന് അനുകൂലമായി നിർമ്മൽ ശ്രദ്ധിക്കുന്നു. 2-2. ഇക്കുറി നിർമ്മലിന്റെ സർവീസ് ഫോൾട്ടാകുന്നു. 3-2. 3-2 എന്ന ക്രമത്തിൽ 14 പ്രകാരം ശിവനെ ശ്രദ്ധിക്കുകയാണ്. മനോഹരമായ ടാക്കിലൂടെ 3-3 കൊടുത്തും മുന്നേറുകയാണ്. ബാസ്കറ്റ് ഈ ടൂർണമെന്റിൽ രണ്ടാം മത്സരത്തിൽ 3-3. തിരിച്ചടിക്കുന്നു. ഒരടിയടിച്ചാൽ സ്പൈക്കേഴ്സ് 2 അടി തിരിച്ചടിക്കും. 4-3. 4-3 ക്രമത്തിൽ സർവീസിനൊരുങ്ങുന്നു അശ്വിൻ. ഇക്കുറി സർവീസ് പുറത്തേക്ക് 4-4. ഓരോ പോയിന്റിനു വേണ്ടി ഇരു ടീമുകളും എഞ്ചോടിച്ച് മത്സരിക്കുന്ന വാശിയേറിയ മത്സരം. 4-4. ഇക്ബാലിന്റെ പിഴവ്. ഒരു പോയിന്റ് കൂടി റോയൽ സ്പൈക്കേഴ്സിന് അനുകൂലം. 5-4. 5-4. 5-4. ഇക്ബാലിലൂടെ ഒരു ഫസ്റ്റ് ടൈം മറ്റ 5-5. 5-5 ക്രമത്തിൽ ഇക്ബാൽ തന്നെ തന്റെ ടീമിന് അനുകൂലമായി സർവീസ് തുടരുന്നു. 5-5. മനോഹരമായ ബ്ലോക്കായിരുന്നു. പക്ഷെ പുറത്തേക്ക് 6-5. ഒരു പോയിന്റിന് മുന്നിൽ നിൽക്കുന്നു ടീം RDX. 6-5. ഇക്ബാൽ. ക്രമത്തിൽ ഇരു ടീമുകളും വാശിയോടെ മത്സരിക്കുകയാണ്. നിർണായകമായ മൂന്നാം സെറ്റിൽ 6-6. 6-ാം നമ്പർ ജെർസിയിൽ കാർത്തിക് മധു, ഇന്ത്യൻ ഇന്റർനാഷണൽ. തമിഴ്നാടാ അല്ല ആന്ധ്ര. സുനിലിന്റെ അലക്ഷ്യമായ ഷോട്ട് റോയൽ സ്പൈക്കേഴ്സിന് പോയിന്റ് സമ്മാനിക്കുന്നു. 7-6. 7-6 എന്ന ക്രമത്തിൽ കാർത്തിക് മധു സർവ് ചെയ്യുകയാണ്. 7-6. വീണ്ടും ഒരിക്കൽ കൂടി പോയിന്റ് നില തുല്യതയിൽ 7-all ക്രമത്തിൽ ടീം RDXന് അനുകൂലമായി സർവീസ്. 7-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ സെറ്റർ മുബഷീർ.
രണ്ട് ബ്ലോക്കിനെ തകർത്തെറിഞ്ഞുകൊണ്ട് നന്ദ തന്റെ ടീമിന് ഒരു പോയിന്റ് സമ്മാനിക്കുന്നു. 8-7 8-7. ഇക്കുറി മുത്തുസ്വാമിയുടെ സർവീസ് നെറ്റിൽ പതിക്കുന്നു. 8-6. വീട്ടുപരിക്കിൽ കൂടി പോയിന്റ് നിലയിൽ തുല്യത. 8-8 ക്രമത്തിൽ ടീം RDXന് സർവീസ്. അവർക്ക് വേണ്ടി 12ാം നമ്പർ ജെർസി ഒടിഞ്ഞ സുനിൽ സർവ് ചെയ്യുന്നു. 8-8. മനോഹരമായ സർവീസിലൂടെ ഒരു പോയിന്റ് കൂടി കരസ്ഥമാകുന്നു സുനിൽ. 9-8 ഒരു പോയിന്റ് കൂടി കരസ്ഥമാകുന്നു. മനോഹരമായ സർവിലൂടെ ജേഴ്സി നമ്പർ 12 സുനിൽ. The serving area from team RDX. 9-8 9-8. മനോഹരമായ 9ാം നമ്പർ താരം മനോഹരമായ സ്മാഷിലൂടെ അതിമനോഹരമായ സ്മാഷോടെ ഒരു പോയിന്റ് കൂടി കരസ്ഥമാകുന്നു. The serving area ജേഴ്സി നമ്പർ 10 നന്ദ. Nine-all. മനോഹരമായ ഒരു പ്രൈസിംഗ്, അതിമനോഹരമായ പ്രൈസിംഗിലൂടെ ഒരു പോയിന്റ് കൂടി കരസ്ഥമാക്കുന്നു. 10-9 റോയൽ സ്പൈക്കേഴ്സ്. 10-9. അതിമനോഹരമായ മനോഹരമായ പ്ലേസിംഗിലൂടെ ഒരു പോയിന്റ് കൂടെ കരസ്ഥമാകുന്നു. ടീം റോയൽ സ്പൈക്കേഴ്സ് 11-9 11-9 രണ്ട് പോയിന്റുകളുടെ വ്യക്തമായ ആധിപത്യം നന്ദ സർവ് ചെയ്യുന്നു. ജേഴ്സി നമ്പർ 10. മനോഹരമായ സ്മാഷിലൂടെ ഒരു പോയിന്റ് കൂടി കരസ്ഥമാക്കുന്നു. ടൈം ഔട്ട് ടേക്കൺ ബൈ ടീം RDX. നന്ദയുടെ അതിമനോഹരമായ സ്മാഷ്. 12-9 റോയൽ സ്പൈക്കേഴ്സ് 12 RDX 9. അവിശുദ്ധമായ അതിമനോഹരമായ മത്സരത്തിലെ മനോഹരമായ ഷോട്ട് പോയിന്റ് കൂടി കരസ്ഥമാക്കിക്കൊണ്ട് ആദ്യ വിശ്രമവേളയിലേക്ക് കടക്കുന്നു. RDX 9 റോയൽ സ്പൈക്കേഴ്സ് 12. ടീം RDXന് വേണ്ടി 10ാം നമ്പർ താരം നന്ദ സർവ് ചെയ്യുന്നു. 12-9. മനോഹരമായ ഷോട്ട്. ഇയറിൻ ജേഴ്സി നമ്പർ 0 ജേഴ്സി നമ്പർ 4 എറിന്റെ മനോഹരമായ സ്മാഷ്. എറിലൂടെ ഒരു പോയിന്റ് കൂടി കരസ്ഥമാകുന്നു. ടീം RDX 10-12 10-12. RDXന് വേണ്ടി 20ാം നമ്പർ ജേഴ്സിയിൽ നിർമ്മൽ സർവ് ചെയ്യുന്നു. അതിമനോഹരമായ സ്മാഷിലൂടെ ഒരു പോയിന്റ് കൂടി കരസ്ഥമാക്കുന്നു. 11-12. കഴിഞ്ഞു സർവീസ്.
മനോഹരമായ പ്ലേസിംഗ്. RDX ഒരു പോയിന്റ് കൂടി കരസ്ഥമാക്കുന്നു. 12-12 ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം 12-12. Continue service 12-all. രണ്ടു മണിയായി നോക്കണം. ഒരു പോയിന്റ് കൂടി കരസ്ഥമാക്കുന്നു ടീം റോയൽ സ്പൈക്കേഴ്സ്. 13-12. റോയൽ സ്പൈക്കേഴ്സിന് വേണ്ടി അവരുടെ 14 നമ്പർ താരം മനോജ് സർവ് ചെയ്യുന്നു. Contact, side change, RDX 13-13. ഒരു നെറ്റ് കോൺടാക്റ്റിലൂടെ സർവീസ് തിരിച്ചു പിടിക്കുന്നു ടീം RDX. കേരള പോലീസ് താരങ്ങളടങ്ങിയ RDX 13-13. 13-all. മനോഹരമായ ഷോട്ട് ടച്ച് ഔട്ട് ആൻഡ് സൈഡ് ചേഞ്ച്. ഒരു പോയിന്റ് കൂടി കരസ്ഥമാക്കുന്നു ടീം റോയൽ സ്പൈക്കേഴ്സ്. റോയൽ സ്പൈക്കേഴ്സിന് വേണ്ടി ജേഴ്സി നമ്പർ 11 അശ്വിൻ സർവ് ചെയ്യുന്നു. 14-13. മനോഹരമായ പ്ലേസിംഗ് അശ്വിൻ. 11 നമ്പർ താരം അശ്വിന്റെ മനോഹരമായ പ്ലേസിംഗ്. 15-30. കണ്ടിന്യൂ സർവീസ്. സ്മാഷ്. മനോഹരമായ സ്മാഷിലൂടെ ഒരു പോയിന്റ് കരസ്ഥമാക്കുന്നു. 14-15. 40-50. ടീം RDX ചുസ്താറും 14-15. 40-50. RDXന് വേണ്ടി ജേഴ്സി നമ്പർ 4 എറിൻ സർവ് ചെയ്യുന്നു. ഷോട്ടിലേക്ക് ആൻസർ ചെയ്ത് ഒരു പോയിന്റ് കൂടി കരസ്ഥമാകുന്നു റോയൽ സ്പൈക്കേഴ്സ്. 16-14. ഷെയ്ഡ് ഓവർ 16-14. 16-14 ക്രമത്തിൽ സന്തോഷ് സർവ് ചെയ്യുന്നു. 16-14. സുനിലൂടെ ഒരു പോയിന്റ് കൂടി സ്വന്തമാക്കിക്കൊണ്ട് 15-16. കേവലം ഒരു പോയിന്റിന്റെ മാത്രം വ്യത്യാസം. 15-16 ക്രമത്തിൽ ടീം RDX അനുകൂലമായ സർവീസ്. അവർക്ക് വേണ്ടി അവരുടെ 18 നമ്പർ താരം ഇക്ബാൽ. കേരള പോലീസിന്റെ ചുടക്കുട്ടൻ ഇക്ബാൽ.
മത്സരത്തിൽ ഉജ്ജ്വല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന റോയൽ സ്പൈക്കേഴ്സിന്റെ 10ാം നമ്പർ താരം നന്ദയിലൂടെ ഒരു പോയിന്റ് വിളിച്ചിരിക്കൊണ്ട് 17-15 17-50 കാർത്തിക് മധു. വീണ്ടും ഒരിക്കൽ കൂടി നന്ദ തന്റെ ടീമിന് ഒരു പോയിന്റ് സമ്മാനിക്കുന്നു. ഇന്നത്തെ 2ാം മത്സരത്തിൽ റോയൽ സ്പൈക്കേഴ്സിന് വേണ്ടി കളം നിറഞ്ഞാടുകയാണ് 10ാം നമ്പർ ജേഴ്സിയിൽ നന്ദ. സ്കോർ 18-50. 6ാം നമ്പർ താരം കാർത്തിക് മധു സർവ് ചെയ്യുന്നു. 18-50. കാർത്തിക് മധുവിന്റെ സർവീസ് ഇതിൽ പതിക്കുകയാണ്. 16-18 16-18 എന്ന ക്രമത്തിൽ ടീം RDXന് അനുകൂലമായ സർവീസ്. അവർക്ക് വേണ്ടി അവരുടെ സെറ്റർ കൂടിയായ 7ാം നമ്പർ താരം മുബഷീർ സർവ് ചെയ്യുന്നു. 16-18. ഇക്കുറി നന്ദയുടെ ഷോട്ട് പുറത്തേക്ക്. 17-18 17-18 എന്ന ക്രമത്തിൽ ടീം RDXന് അനുകൂലമായ സർവീസ്. മുബഷീർ ഓൺ സർവിംഗ് ഏരിയ. 17-18. നന്ദ ഇന്നത്തെ മത്സരത്തിൽ ഉജ്ജ്വല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന 10ാം നമ്പർ താരം നന്ദയിലൂടെ ഒരു പോയിന്റ് വിളിച്ചിരിക്കൊണ്ട് 19-17 19-17 എന്ന ക്രമത്തിൽ മുത്തുസ്വാമി 16ാം നമ്പർ താരം ക്യാപ്റ്റൻ. ഇക്കുറി സുനിലിന്റെ ഊഴം 18-19. കേവലം ഒരു പോയിന്റ് മാത്രം വ്യത്യാസം. 18-19 ക്രമത്തിൽ വീണ്ടും ഒരു പോയിന്റ് വിളിച്ചിരിക്കൊണ്ട് 20-18 20-18. വീണ്ടും നന്ദയുടെ സർവീസ്. 10ാം നമ്പർ താരം നന്ദ സർവ് ചെയ്യുന്നു. 20-18. മനോഹരമായ സർവീസ്. എതിരാളി കിടുങ്ങിപ്പോയ രീതിയിൽ മനോഹരമായ ഒരു സർവീസിലൂടെ നന്ദയ തന്റെ ടീമിന് ഒരു പോയിന്റ് സമ്മാനിക്കുന്നു. 21-18 21-18. ഇക്കുറി നന്ദയുടെ സർവീസ് പുറത്തേക്ക്. 19-21 ക്രമത്തിൽ ടീം RDXന് അനുകൂലമായ സർവീസാണ്. 19-21 ക്രമത്തിൽ ടീം RDXന് വേണ്ടി 20ാം നമ്പർ ജേഴ്സിയിൽ കേരള പോലീസിന്റെ മറ്റൊരു വെടിപിടുക്കൻ നിർമ്മൽ. പതിനൊന്നാം നമ്പർ താരം അശ്വിനിലൂടെ ഒരു പോയിന്റ് കൂടി റോയൽ സ്പൈക്കേഴ്സിന് അനുകൂലം. 22-19 22-19. പതിയെ ചുവട് വെച്ചെടുക്കുന്നു 3ാം സെറ്റിലേക്ക്. അലക്ഷ്യമായ സർവീസ്. 20-22 സബ്സ്റ്റിറ്റ്യൂഷൻ. 7 out 15 in. ടീം RDXന്റെ എതിരിലേക്ക് മുഹ്സിൻ എത്തിയിട്ടുണ്ടോ? ഇരുപത് 22.
വീണ്ടും ഒരു പോയിന്റ് കൂടി ആർഡിഎക്സിന് അനുകൂലം. 21-22. കേവലം ഒരു പോയിന്റ് മാത്രം. 21-22. ഫസ്റ്റ് ടൈം ഔട്ട് ഫോർ ടീം റോയൽ സ്പൈക്കേഴ്സ്. കാസ്കളിയുടെ രണ്ടാം ദിവസത്തെ മത്സരങ്ങൾ നാളെ കൃത്യം 6:30 തന്നെ ആരംഭിക്കും എന്നുള്ള വിവരം അറിയിക്കുകയാണ്. ഇന്ന് മത്സരം തുടങ്ങാൻ അല്പം ലേറ്റായി എന്ന് വിചാരിച്ച് നാളെ അങ്ങനെയില്ല. കൃത്യം 6:30 എന്ന സമയത്ത് മത്സരം ആരംഭിക്കും എന്ന് ഞങ്ങൾ ഉറപ്പു നൽകുകയാണ്. വോളിബോൾ ആസ്വാദകരെല്ലാം തന്നെ കൃത്യം 6:30 മുമ്പായി തന്നെ കോർട്ടിലെത്തി ചേരണമെന്ന് സ്നേഹപരിസരം അഭ്യർത്ഥിക്കുകയാണ്. മത്സരം തുടരുന്നു. 21-22. ജിബിൻ സെബാസ്റ്റ്യൻ സെർവ് ചെയ്യുന്നു. 21-22. മൂന്നാം സെറ്റിലേക്ക് പതിയെ നടന്നെടുക്കുകയാണ് ടീം റോയൽ സ്പൈക്കേഴ്സ്. Second and last time out for team RDX. രണ്ടാം സെറ്റിലെ അവരുടെ രണ്ടാമത്തെ വിശ്രമവേള അവർ ആവശ്യപ്പെടുന്നു. ഇപ്പോൾ സ്കോർ നില 23-21. മൂന്നാം സെറ്റിൽ 2 പോയിന്റിന് മുന്നിട്ട് നിൽക്കുകയാണ് ടീം റോയൽ സ്പൈക്കേഴ്സ്. എന്ന ക്രമത്തിൽ 2 പോയിന്റിന്റെ വ്യക്തമായ ലീഡ്. out, 15 in. വീണ്ടും ഒരു പോയിന്റ് കൂടി ടീം ആർഡിഎക്സിന് അനുകൂലം. 22-23. റീഎൻട്രി 15 out, 16 in. സർവീസ് പുറത്തേക്ക്. 24-22. സെറ്റ് പോയിന്റ്. 24-22. മൂന്നാം സെറ്റിലേക്ക് സർവ് ഉയർത്തുകയാണ് 9ാം നമ്പർ ജേഴ്സി അണിഞ്ഞ സന്തോഷ്. 24-22. വീണ്ടും ഒരു തിരിച്ചു വരവ്. 23-24. സബ്സ്റ്റിറ്റ്യൂഷൻ 16-18 now. ടീം ആർഡിഎക്സിന്റെ നിരയിലേക്ക് രാഹുൽ എത്തുന്നു. 23-24. Second and last time out for team Royal Spikers. വീണ്ടും നന്ദയുടെ കൂറ്റൻ ആക്രമണം. 25-23 ക്രമത്തിൽ
മൂന്നാം സെറ്റ് റോയൽ സ്പൈക്കേഴ്സിന്റെ കീശയിലേക്ക്. നാലാം സെറ്റ് മത്സരം ഉടൻ ആരംഭിക്കുകയാണ്. ആവേശങ്ങളും ആനന്ദങ്ങളും മാലകൾ പോലെ പെയ്തിറങ്ങുന്ന ഇറ്റാലിയൻ യൂറോ ലാമ്പുകളുടെ വെള്ളി വെളിച്ചത്തിൽ ഏഴടിപ്പൊക്കത്തിൽ വലിച്ചു കിട്ടിയ നെറ്റിന് മുകളിലൂടെ കാറ്റ് നിറച്ച തോളുറപ്പന്തിന്റെ ഗതിവിഗതികൾ മാറി മറിയുമ്പോൾ നാളെ കൃത്യം 6:30 ആവേശോജ്വലമായ വോളിബോൾ പടയോട്ടത്തിന്റെ 2ാം ദിവസത്തെ മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. പ്രേക്ഷകരെ, നിങ്ങൾ നാളെ നേരത്തെ വന്നാൽ മത്സരം ഇരുന്നു കാണാം. നിങ്ങൾ വൈകിയാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ നിൽക്കേണ്ടതായി വരും. ചാഞ്ഞും ചരിഞ്ഞും വോളിബോളിന്റെ മന്ത്രമുഹൂർത്തങ്ങളെ വീക്ഷിക്കേണ്ടതായി വരും. അതെ, ക്യാമറ കണ്ണുകൾക്ക് പോലും ഒപ്പിയെടുക്കാനാവാത്ത വേഗത്തിൽ സ്മാഷുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുമ്പോൾ പിന്നെ റീപ്ലേ ഇല്ലാത്ത പോരാട്ടം കണ്ടാസ്വദിക്കുവാൻ മുഴുവൻ കായിക പ്രേമികളെയും കാട്ടുപുതുശ്ശേരി ഫ്ലഡ് മൈതാനിയിലേക്ക് നാളെ കൃത്യം 6:30 സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. ലവ് ആൾ.